അപ്പോഴത്തേ മഴക്കാർ കയറി വരുന്നുണ്ട് കേട്ടോ. ഇന്നും നാളെയും മറ്റന്നാളും എല്ലാം ഇവിടെ ഇടിവെട്ടി മഴയാണെന്നാണ് കാലാവസ്ഥ പറയുന്നത്. ഇതുകൊണ്ടോ സൂര്യനൊന്നും ഉദിച്ചിട്ട് പോലുമില്ല. 8 മണിയായി. മഴക്കാറാണ്, മൊത്തത്തിൽ മൂടിക്കെട്ടി മഴക്കാറാണ്. പാകിസ്ഥാൻ സൈഡിലെല്ലാം മഴ പെയ്യുന്നെന്നാണ് കാണിക്കുന്നത്. അതിനു മുമ്പ് എനിക്ക് എങ്ങനെയായാലും അടുത്ത ഗ്രാമത്തിലെത്തണം. പക്ഷേ ഇവിടെ അടുത്തെങ്ങും ഒരു ബസ് സ്റ്റോപ്പ് പോലും ഇല്ലെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം. കാടാണ്, മൊത്തം കാടാണ്. മയിലുകൾ മാത്രമേ ഉള്ളൂ. മയിൽ ഇഷ്ടം പോലെ ഉണ്ട്. ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡ് ഇത് കണ്ടോ, ഇങ്ങനെ കിടക്കുകയാണ് റോഡ്. കിലോമീറ്റർ. ഇപ്പോഴാണ് ഒരു വളവ് കണ്ടത്. ഇത് കണ്ടോ. അപ്പോൾ മഴ പെയ്യുന്നതിന് മുമ്പ് എങ്ങനെയായാലും എവിടെയായാലും ഒന്ന് എത്തിച്ചേരണം. അതിനുവേണ്ടിയുള്ള ധൃതി വെച്ചുള്ള യാത്രയിലാണ്. അപ്പോൾ ഞാനും കുഞ്ഞിയും ഇതുവരെ കണ്ടീഷനാണ്. ഇന്നലത്തെ മഴ ഞങ്ങൾ നനഞ്ഞെങ്കിലും ഞങ്ങൾക്ക് വലിയ കുഴപ്പങ്ങളൊന്നും പറ്റിയില്ല. വെളുപ്പിനെ കുറച്ച് നേരം കിടന്ന് ഉറങ്ങാൻ പറ്റി. അപ്പോൾ കുഞ്ഞേ ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? കുഞ്ഞി ഓക്കെയാണ്. ഇന്നലെ എല്ലാം ചീകി വെടിപ്പാക്കി വെച്ചിരുന്ന പെണ്ണാണ്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല. മഴയത്ത് നല്ല പൊടിയോടുകൂടിയാണ് മഴ പെയ്തത്. പൊടിയൂടി ആയപ്പോഴത്തേനും അവിടെ ദേഹം മുഴുവൻ ചെളിയായി. ഇനി എവിടെയെങ്കിലും ചെന്ന് കുളിപ്പിക്കണം. അപ്പോൾ ശരി, നമ്മുടെ യാത്ര ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. കഴിക്കാൻ വല്ലതും കിട്ടുമോ അറിയാൻ വേണ്ടി കയറിയതാണ്. പക്ഷേ മഴ ചാറാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കയറി വന്നപ്പോൾ ഇവിടെ ഒരു ഗാവുണ്ട്. ഗാവിൽ ഒരു കടയുണ്ടെന്ന് പറഞ്ഞ്. അപ്പോഴത്തെ ഗാവിലോട്ടുള്ള വഴിയാണ് കേട്ടോ ഇത്. നേരത്തെ ടാറൊക്കെ ചെയ്തിരുന്നതാണ്, ഇപ്പോൾ അതെല്ലാം പോയി. കോൺക്രീറ്റാണ് കേട്ടോ, ടാറിങ് അല്ല, കോൺക്രീറ്റിംഗ് ആണ്. ഇത് മുഴുവൻ വെള്ളം ഒഴി വന്ന് കയറുന്നതാണ്. മണലാണ്. പൊടിക്കാറ്റടിക്കുമ്പോഴത്തേനും മണൽക്കാറ്റ് വന്ന് കയറുന്ന സ്ഥലമാണ്. അപ്പോൾ ഇത് നമ്മൾ ചവിട്ടി പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ്. റിമ്മ് ബെൻഡായി. കാരണം ഇപ്പം നമ്മൾ റിമ്മ് മാറിയിട്ട് കുറേ കാലമായതാണ്. നമ്മൾ മഹാരാഷ്ട്രയിൽ വെച്ചാണെന്ന് തോന്നുന്നു റിമ്മ് മാറിയത്. മഹാരാഷ്ട്രയിൽ വെച്ചാണ് റിമ്മ് മാറിയത്. മഹാരാഷ്ട്രയും ദമൻദിയും ഗുജറാത്തിൻ്റെ ഒരു കുറച്ച് ഭാഗങ്ങളും ഏകദേശം 5000 കിലോമീറ്ററോളം നമ്മൾ ഓടിക്കഴിഞ്ഞു ഈ റിമ്മിട്ടിട്ട്. അപ്പോൾ റിമ്മ് മാറേണ്ട സമയമായി. അതുകൊണ്ട് ചവിട്ടിയാൽ തെക്കോട്ടും വടക്കോട്ടും പോവുകയാണ്. അതുകൊണ്ട് ഞാൻ പതിയെ തള്ളിക്കൊണ്ടാണ് പോകുന്നത്. ഇനി ഇതാണ് കട. അപ്പോൾ അരി പൊടിക്കുകയോ എല്ലാം ചെയ്യുന്ന സ്ഥലമാണ്. ബേജനാനായി യാത്ര യാത്ര